ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം തന്നെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഉറപ്പാണ് ഈ ഭാഗത്ത് നിന്ന് 20-18 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ സീരീസ് കാണാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. ഇന്ന് നമ്മൾ 50 കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 കറണ്ട് അഫയേഴ്സ് ആണ്. നോക്കാം. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ കായിക താരങ്ങൾ ആരൊക്കെയാണ്? 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങില് ഇന്ത്യൻ പതാക ഏന്തിയ കായിക താരങ്ങൾ ഒന്ന് ഹോക്കി ക്യാപ്റ്റനായ ഹർമൻ പ്രീത് കൗറും ബോക്സിംഗ് താരമായ ലവ്ലിന ബൊർഗോഹൈനുമാണ്. ആരൊക്കെയാണ്? ഹോക്കി താരമായ ഹർമൻ പ്രീത് കൗർ സിംഗ് ഹോക്കി ക്യാപ്റ്റനാണ്. ലവ്ലിന ബൊർഗോഹൈൻ, ലവ്ലിന എന്ന് പഠിച്ചാലും മതി, ബോക്സിംഗ് താരമാണ്. ഇവരാണ് ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങില് ഇന്ത്യൻ പതാക ഏന്തിയ കായിക താരങ്ങള്. ചൈനയിൽ വെച്ചിട്ടാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് 2023 നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര ഗ്രാമമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര ഗ്രാമമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ കിരീടേശ്വരി ഗ്രാമമാണ്. എവിടെയാണ് ഏറ്റവും മികച്ച വിനോദസഞ്ചാര ഗ്രാമമായിട്ട് തെരഞ്ഞെടുത്തത്? പശ്ചിമ ബംഗാളിലുള്ള മുർഷിദാബാദ് ജില്ലയിലെ കിരീടേശ്വരി ഗ്രാമമാണ്. പുതിയ പാർലമെന്റിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? പുതിയ പാർലമെന്റ് ഒക്കെ ഉണ്ടാക്കി ഈ പുതിയ പാർലമെന്റിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19-നാണ്. 2023 സെപ്റ്റംബർ 19-നാണ് പുതിയ പാർലമെന്റിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത്. പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് ഏതാണ്? വനിതാ സംവരണ ബില്ലാണ്. വനിതാ സംവരണ ബില്ലാണ് 2023 സെപ്റ്റംബർ 19 ആദ്യത്തെ ബില്ലായിട്ട് അവതരിപ്പിച്ചത് പുതിയ പാർലമെന്റില്. നാരി ശക്തി വന്ദൻ അധിനിയം ലോക്സഭയിലെ സംസ്ഥാന നിയമസഭകളിലെയും മൊത്തം സീറ്റുകളെയും 1/3 വനിതകൾക്ക് സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് വനിതാ സംവരണ ബില്ല്. ഈ വനിതാ സംവരണ ബില്ലിന്റെ പേര് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ്. അതായത് ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും മൊത്തം സീറ്റുകളുടെ 1/3 33% വനിതകൾക്ക് സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് വനിതാ സംവരണ ബിൽ അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം. എത്ര ശതമാനമാണ്? 33%. അടുത്തത്, പഴയ പാർലമെന്റിന് നൽകിയിരിക്കുന്ന പേര് സംവിധാൻ സദൻ അഥവാ ഭരണഘടനാ മന്ദിരം എന്നാണ്. സംവിധാൻ സദൻ എന്നാണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. ശ്രീലങ്കയെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിട്ടാണ് 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കളായത്. ആര്? ഇന്ത്യ. ഏറ്റവും ഉയർന്ന ലേലത്തുക ലഭിച്ച ഇന്ത്യൻ ആർട്ടിസ്റ്റിന്റെ ചിത്രം ഏത്? ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റിന് ഏറ്റവും ഉയർന്ന ലേലത്തുക ലഭിച്ച ചിത്രം ഏതാണ്? ദ സ്റ്റോറി ടെല്ലർ എന്ന ചിത്രമാണ്. ദ സ്റ്റോറി ടെല്ലർ എന്ന ചിത്രമാണ്. ദ സ്റ്റോറി ടെല്ലർ എന്ന ചിത്രം വരച്ചതാരാണ്? അമൃത ഷേർഗിലാണ്. അപ്പൊ ആരുടെ ചിത്രമാണ് അമൃത ഷേർഗില്? അമൃത ഷേർഗിലിന്റെ ചിത്രത്തിന്റെ പേരാണ് ദ സ്റ്റോറി ടെല്ലർ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ഉയർന്ന ലേലത്തുക ലഭിച്ച ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റിന്റെ ചിത്രമാണ് ദ സ്റ്റോറി ടെല്ലർ. ദ സ്റ്റോറി ടെല്ലർ എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ്. കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പോഷക സമൃദ്ധി മിഷനാണ്. പോഷക സമൃദ്ധികളുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ AC ബസ് യാത്ര ഒരുക്കുന്ന KSRTCയുടെ പുതിയ സർവീസാണ് ജനതാ സർവീസ്. സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവില് AC ബസ്, ഏതാണ്? എയർ കണ്ടീഷൻ ബസ് യാത്ര ഒരുക്കുന്ന KSRTCയുടെ പുതിയ സർവീസാണ് ജനതാ സർവീസ്.
കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ്? അപ്പോൾ കേരളത്തിന്റെ അധികാര വികേന്ദ്രീകരണത്തെ പറ്റിയിട്ട് പാഠ്യപദ്ധതിയിൽ ഒരു രാജ്യത്തെ യൂണിവേഴ്സിറ്റി ഉൾപ്പെടുത്തി. ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ത്രിഭുവൻ യൂണിവേഴ്സിറ്റി എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. എവിടെയാണ്? നേപ്പാളില്. സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിൽ ചെയർമാനുമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള ചലച്ചിത്ര താരം ആരാണ്? സുരേഷ് ഗോപിയാണ്. ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായത് ഗോവയാണ്. ഈ ലൈറ്റ് ഹൗസ് ഒക്കെ വരുന്നത് സമുദ്രതീരത്തെന്നാണ് ചിന്തിച്ചാൽ ഗോവയിൽ നിങ്ങൾക്ക് അറിയാലോ, ടൂറിസവും സമുദ്രവും ലൈറ്റ് ഹൗസുകളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. ഭൂമിയുടെ ഉത്തരാർദ്ധഗോളം ഏറ്റവും കൂടുതൽ ചുറ്റുപൊള്ളിയ വേനൽക്കാലം എന്ന റിപ്പോർട്ട് ചെയ്ത വർഷം 2023. ഭൂമിയുടെ ഉത്തരാർദ്ധഗോളം ഏറ്റവും കൂടുതൽ ചുറ്റുപൊള്ളിയ വേനൽക്കാലം എന്ന റിപ്പോർട്ട് ചെയ്ത വർഷമാണ് 2023. പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കും ശില്പികൾക്കും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനും വിപണി കണ്ടെത്തുന്നതിനും ലക്ഷ്യമിട്ട് രൂപം കൊടുത്ത പദ്ധതിയുടെ പേര് എന്താണ്? പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കും ശില്പികൾക്കും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനും അവർക്ക് വിപണി കണ്ടെത്തുന്നതിനും ലക്ഷ്യമിട്ട് രൂപം കൊടുത്ത പദ്ധതിയാണ് PM വിശ്വകർമ്മ വായ്പാ പദ്ധതി. എന്താണ്? PM പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ വായ്പാ പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏത്? തെലങ്കാനയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകളെ ക്ഷേത്ര പൂജാരികളായി നിയമിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീകളെ പുരുഷ ക്ഷേത്ര പൂജാരികളായിട്ട് നിയമിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിൽ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീ ക്യാമ്പയിന്റെ പേരാണ് തിരികെ സ്കൂളില്. വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിൽ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് തിരികെ സ്കൂളില്. 2024 ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് വേദി USA-യും വെസ്റ്റ് ഇൻഡീസിലുമാണ് 2024 ICC പുരുഷ T20 ലോകകപ്പ് നടക്കുന്നത്. ശങ്കരാചാര്യരുടെ പ്രതിമ, അതായത് ഏകാത്മകത കി പ്രതിമയാണ്. ശങ്കരാചാര്യരുടെ പ്രതിമ ഏതാണ്? ഏകാത്മകത കി പ്രതിമ. ഇത് മ്യൂസിയവും സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ നർമ്മദ നദിക്കരയിലാണ് ശങ്കരാചാര്യരുടെ ഏകാത്മകത പ്രതിമയും അതുപോലെ മ്യൂസിയവും സ്ഥാപിച്ചത്. എവിടെയാണ്? മധ്യപ്രദേശില്. ഏഷ്യയിലെ കായിക താരങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കായിക മേളയായ ഏഷ്യൻ ഗെയിംസ് 2023 എവിടെയാണ് നടന്നത്? ചൈനയിലെ ഹാങ്ചൗലാണ് നടന്നത്. ഈ ഏഷ്യൻ ഗെയിംസിൽ വിന്നറായത് ചൈനയാണ്. ഇന്ത്യയുടെ മെഡൽ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 4ാം സ്ഥാനം ആയിരുന്നു. 2023 സെപ്റ്റംബറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? അപ്പോൾ 2023 സെപ്റ്റംബറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാലോ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2023 സെപ്റ്റംബറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിശ്വഭാരതി സർവകലാശാല. ഇത് പശ്ചിമ ബംഗാളിലാണ്, ശാന്തി നികേതനിലാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിശ്വഭാരതി സർവകലാശാല. ഇന്ത്യയിൽ നിന്നും യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ നേടുന്ന 41ാമത്തെ സ്ഥലമാണ് ശാന്തി നികേതൻ. എത്രാമത്തെയാണ്? 41ാമത്തെ സ്ഥലമാണ് ശാന്തി നികേതൻ. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയതാണ് ഏത്?
ഉമ്മൻചാണ്ടി പുരസ്കാരം ഈ മികച്ച സാമൂഹിക പ്രവർത്തകർക്ക്. ഇതിന് ആദ്യമായിട്ട് കിട്ടിയത് മേധാ പട്കർക്കാണ്. ആർക്കാണ്? മേധാ പട്കർക്ക്. കുഷ്ഠരോഗ നിർമ്മാർജ്ജന ത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. ഏതാണ്? ബാലമിത്ര 2.0. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് ബാലമിത്ര 2.0. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയാണ് ബാലമിത്ര 2.0. കേരളത്തിന് അനുവദിച്ച രണ്ടാമത്തെ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. കേരളത്തിന് അനുവദിച്ച രണ്ടാമത്തെ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേരെന്താണ്? ഛത്രപതി സാംഭാജി നഗർ എന്നാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി സാംഭാജി നഗർ. മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദ് ജില്ലയുടെ പുതിയ പേര് ധാരാശിവ് എന്നാണ്. മഹാരാഷ്ട്രയിലെ ഒസ്മാനാബാദ് ജില്ലയുടെ പുതിയ പേരെന്താണ്? ധാരാശിവ് എന്നാണ്. 2023 സെപ്റ്റംബറിൽ അപൂർവ ലോഹമായ വനേഡിയം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്തിലാണ് അപൂർവ ലോഹമായ വനേഡിയം കണ്ടെത്തിയത്. യുനെസ്കോ പൈതൃക സ്മാരകമാക്കി പ്രഖ്യാപിച്ച ടെൽ അൽ സുൽത്താൻ പ്രദേശം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? യുനെസ്കോ പൈതൃക സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചതാണ് ടെൽ അൽ സുൽത്താൻ പ്രദേശം. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലസ്തീനിലെ ജെറീക്കോയിലാണ്. 2023 സെപ്റ്റംബറിൽ സർക്കാർ സ്കൂളുകളിൽ മുഖം മറയ്ക്കുന്ന നിക്കാബ് നിരോധിച്ച അറബ് രാജ്യം ഏതാണ്? സർക്കാർ സ്കൂളുകളിൽ മുഖം മറയ്ക്കുന്ന നക്കാബ് നിരോധിച്ച അറബ് രാജ്യമാണ് ഈജിപ്റ്റ്. ഈജിപ്തിൽ നിക്കാബ് നിരോധിച്ചു സ്കൂളുകളിൽ. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവാണ് സുഭാഷ് ചന്ദ്രൻ, മറക്കരുത്. 2023 സെപ്റ്റംബറിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും അധികം വോട്ടർമാരുള്ള പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് 2023 സെപ്റ്റംബറിലെ അടിസ്ഥാനത്തിൽ ഒളവണ്ണയിലാണ്, കോഴിക്കോടാണിത്. ഏറ്റവും കുറവ് ഇടമലക്കുടിയിലാണ്. ഇടമലക്കുടി എവിടെയാണ്? ആദിവാസി പഞ്ചായത്താണ്. ഇത് ഇടുക്കിയിലാണ്. അപ്പോൾ ഏറ്റവും അധികം വോട്ടർമാരുള്ള പഞ്ചായത്ത് എവിടെയാണ്? കോഴിക്കോട് ഒളവണ്ണയിൽ. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിലാണ്. ഭാരതത്തിന്റെ കലാ സാംസ്കാരിക പൈതൃക ശക്തി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച് ദേശീയ തലത്തിൽ രൂപം നൽകിയ കലാകാന്തി പദ്ധതിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ദുർഗാ ഭാരത് സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി സാഹിത്യകാരൻ ഏതാണ്? ആരാണ്? ഭാരതത്തിന്റെ കലാ സാംസ്കാരിക പൈതൃക ശക്തി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച് ദേശീയ തലത്തിൽ രൂപം കൊണ്ട പദ്ധതിയാണ് കലാകാന്തി. ഇതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ദുർഗാ ഭാരത് സമ്മാൻ പുരസ്കാരം ലഭിച്ച മലയാളി സാഹിത്യകാരനാണ് ടി പത്മനാഭൻ. ആരാണ്? ടി പത്മനാഭൻ. ആദിവാസി തീരദേശ മേഖലകളിലെ സ്കൂളുകളിലെ തെരഞ്ഞെടുത്ത 100 പെൺകുട്ടികളുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് പ്രൊജക്ട് ഐറിസിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കളക്ടേഴ്സ് സൂപ്പർ 100. എന്താണ്? ആദിവാസി തീരദേശ മേഖലകളിലെ സ്കൂളിലെ തെരഞ്ഞെടുത്ത 100 പെൺകുട്ടികളുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് പ്രൊജക്ട് ഐറിസിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കളക്ടേഴ്സ് സൂപ്പർ 100 എന്നത്. ദെൻ കറണ്ട് അഫയേഴ്സിനൊപ്പം തന്നെ നമ്മൾ SCRTയും കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. SCRT നിങ്ങൾ പഠിച്ചു, പക്ഷെ പഠിച്ചതായിട്ടൊരു ഫീല് തോന്നുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി LGSനും അതുപോലെ LGSനും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വീഡിയോ ക്ലാസ്, PDF നോട്ട്, മോക്ക് ടെസ്റ്റ്, 1 മാസം കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ഇതുൾപ്പെടെയുള്ള PSC ബേസിക്സിന്റെ കോഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൽ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇനിയും പരീക്ഷയ്ക്ക് 1 മാസം ഉണ്ട്. അപ്പോൾ 1 മാസത്തിൽ അകം വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് SCRT കംപ്ലീറ്റ് കവർ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത ചോദ്യം,
2023 നിപ്പ സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? നിപ്പ എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മിക്കുക, കോഴിക്കോടാണ്. 2023 US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് കൊക്കോ ഗാഫ് ആണ്. കൊക്കോ ഗാഫിന്റെ സ്ഥലം എവിടെയാണ്? അമേരിക്കയിലാണ്. 2023 US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം കിട്ടിയത് അമേരിക്കക്കാരിക്കാണ്. കൊക്കോ ഗാഫ് ആണ്. കൊക്കോ ഗാഫ്. 2023 US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ആണ്. നൊവാക് ജോക്കോവിച്ചിനാണ് 2023 US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം കിട്ടിയത്. 2023 കേരള സർക്കാർ വിജ്ഞാപന പ്രകാരം 4612 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവുമായി വലിപ്പത്തിൽ ഒന്നാമതെത്തിയ കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അപ്പോൾ ഇടുക്കിയാണ് വലിപ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കി. എത്രയാണ് വിസ്തീർണം? 4612 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം. സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് 2023 സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂർ ആണ്. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യം ഏത്? മത്തിയാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു കടൽ മത്സ്യത്തിന്റെ ജനിതക ഘടന കണ്ടെത്തുന്നത്. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യമാണ് മത്തി. കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥ ഏത്? കോട്ടയ്ക്കൽ ശിവരാമൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. കഥകളിയാണ്. കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയുടെ പേര് സ്ത്രൈണം എന്നാണ്. ആ സ്ത്രൈണം എന്ന് വെച്ചാൽ സ്ത്രീകളെ പറ്റിയിട്ടുള്ളതല്ലേ. അതായത് കഥകളിയിൽ സ്ത്രീ വേഷങ്ങൾ അവതരിപ്പിക്കുന്ന കലാകാരനാണ് കോട്ടയ്ക്കൽ ശിവരാമൻ. അപ്പൊ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയുടെ പേരെന്താണ്? സ്ത്രൈണം എന്നാണ്. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹമാണ് വിസാറ്റ്. തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് വിസാറ്റ് ഇങ്ങനെ ഒരു സംഭവം എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. അപ്പൊ പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹമാണ് വിസാറ്റ്. മന്ദഹാസം പദ്ധതിയുടെ പുതിയ ധനസഹായം എത്ര രൂപയാണ്? 10,000 രൂപയാണ്. മന്ദഹാസം പദ്ധതി നിങ്ങൾക്കറിയാം, നമുക്ക് എന്താണ് പല്ലിൽ കമ്പി ഇട്ട് കൊടുക്കുന്നതാണ്. പല്ലിൽ കമ്പിയല്ല, പുതിയ പല്ല് ദന്തനിര വെച്ച് കൊടുക്കുന്നതാണ് മന്ദഹാസം പദ്ധതിയുടെ പ്രത്യേകത. ഇതിനു വേണ്ടിയിട്ട് കൊടുക്കുന്ന ധനസഹായ രൂപ എത്രയാണ്? 10,000 രൂപയാണ്. 2023 യുനെസ്കോ പുറത്തിറക്കിയ ആഗോള വിദ്യാഭ്യാസ നിരീക്ഷണ റിപ്പോർട്ടിൽ അന്താരാഷ്ട്ര മാതൃകയായി പരാമർശിച്ച കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റിന്റെ നേതൃത്വത്തിലുള്ള പോർട്ടൽ ഏതാണ്? അത് സ്കൂൾ വിക്കിയാണ്. സ്കൂൾ വിക്കി. 2023 ദേശീയ അധ്യാപക ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ശനിയാഴ്ചകളിൽ അവധിയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നാഗാലാൻഡ്. നാഗാലാൻഡിലെ എല്ലാ സ്കൂളുകളിലും ശനിയാഴ്ച എന്തായിരിക്കും? അവധി ആയിരിക്കും. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് കണ്ണൂരാണ്. വിസ്മയാണ്. എന്താണ്? പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ വിമാനത്താവളം നിലവിൽ വരുന്നത് ഉയരം കൂടിയത് എവിടെയാണ്? ലഡാക്കിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ വിമാനത്താവളം നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. 2023 സെപ്റ്റംബറിൽ ഭിന്നലിംഗക്കാർക്ക് 1000 രൂപ പ്രതിമാസം പെൻഷൻ അനുവദിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഭിന്നലിംഗക്കാർക്ക് 1000 രൂപ പ്രതിമാസം പെൻഷൻ അനുവദിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2023 സെപ്റ്റംബറിൽ നടന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മനാണ്. UDF സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ പുതുപ്പള്ളിയിലാണ് ഉമ്മൻചാണ്ടി മത്സരിച്ചിരുന്നത്. അദ്ദേഹം MLA ആയിരുന്നത്. അതാണ് എന്ത് ചെയ്തത്? നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. അതിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മനാണ്. വീണ്ടും നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് കണ്ടുമുട്ടണം. SCRT നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് എടുക്കുക. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.